ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ബ്രൈഡൽ മേക്ക് ഓവറാണ് കേട്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. ഞാൻ ഇതുവരെ അങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ആരോ ഒരാളെ ഒരുക്കുന്നതിന് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ഒന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കസിൻ ചേച്ചിയാണ്, ചേച്ചിയുടെ അടുത്താണ് ഞാൻ മിക്കപ്പോഴും സ്കിൻ കെയർ, ഹെയർ കെയർ എല്ലാ വീഡിയോസൊക്കെ ഞാൻ ഇടാറുള്ളത്. അപ്പോൾ ചേച്ചിയുടെ കൊടുത്ത് ഞാനിന്ന് ഒരു വർക്കിന് പോയതാണ്. രാവിലെ ഞങ്ങൾ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. രാവിലത്തെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വന്നെല്ലാം സെറ്റാക്കി റെഡിയാക്കി ഒരുക്കാമെന്ന് വിചാരിച്ച്. ആദ്യമേ ചേച്ചി മുടിയിലാണ് പണി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ മുടി ഒന്ന് സെറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. കുറച്ച് ഇതായിട്ടുള്ള മുടിയാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മുടി സെറ്റ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുത്ത് എന്നിട്ടാണ് ബാക്കി മേക്കപ്പിലോട്ടൊക്കെ കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കാൻ, കാര്യം എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല കേട്ടോ, ഒന്നും അറിയത്തില്ല. സ്വന്തമായിട്ട് സാരി എടുക്കാൻ പോലും അറിയത്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം എന്നുള്ളൊരിതിൽ രാവിലെ പോകണമായിരുന്നു ചേച്ചിക്ക്. അങ്ങനെ ഞാൻ ചേച്ചിയുടെ കൂടെ പോയതാണ്. പിന്നെ അറിയാവുന്നതുമാണ്, അടുത്തായിരുന്നു. അങ്ങനെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോസ് എടുത്തതും. പക്ഷേ അതിൽ സൗണ്ട് കുറവൊക്കെയാണ്, അത് ശരിയാകത്തില്ല. ചിലപ്പോൾ കോപ്പിറൈറ്റൊക്കെ അടിക്കും. ഇപ്പം നമ്മുടെ മുടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫേസിലോട്ടൊക്കെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റ് മേക്കപ്പാണ് കേട്ടോ, ഒരുപാട് മേക്കപ്പ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ലൈറ്റായിട്ടുള്ള മേക്കപ്പാണ് ചെയ്യുന്നത്, ആ സ്കിൻ ടോണിന് പറ്റിയ രീതിയിലുള്ള. അപ്പം ലൈറ്റായിട്ട് ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇടുന്നുള്ളൂ. നമ്മുടെ മേക്കപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വർത്താനങ്ങളും ചിരിയും തമാശയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അറിയാവുന്നതൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പിന്നെ അറിയാവുന്ന, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് അങ്ങനെയൊക്കെ ആണല്ലോ ഓരോരുത്തരെ അറിയുന്നതല്ലേ. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐബ്രോയുടെയാണ്. ഐബ്രോ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ എടുത്തു കൊടുക്കാൻ ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും. മുടിയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 2 പേരൊക്കെ വേണം. പിന്നെ സാരി ആണെങ്കിലും, സാരിക്കാണ് കൂടുതലും ആൾ വേണ്ടത്. അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്ത്, അപ്പോൾ ഇന്ന് തന്നെ വേറൊരു വർക്കും കൂടെ നമുക്കുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വർക്കും കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് സെറ്റ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അത് 11:30-ക്കായിരുന്നു, ഇത് 10 മണിക്കും. അപ്പോൾ ഇതിനെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുക്കി തീർത്ത്, അതുകൊണ്ടാണ് നമ്മൾ 4 മണിയായപ്പോൾ വന്നത്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് സെറ്റാക്കിയിട്ട് അതിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ടാണ്. അപ്പോൾ ഇതിനെ റെഡിയാക്കി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് അതിനെ റെഡിയാക്കിയിട്ട് വീണ്ടും നമുക്ക് തിരിച്ചിവിടെ തന്നെ വരണം. ഇതിന് സാരി വേറെ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു, 3 എണ്ണം, ഒരു സെറ്റ് സാരിയും പിന്നെ മന്ത്രകോടി. അപ്പം അതുകൊണ്ടിട്ട് അവിടെ തന്നെ പോയിട്ട് നമുക്ക് തിരിച്ചു വരണമായിരുന്നു. പിന്നെ ഇന്ന് ചെറിയൊരു പണി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് സമയത്തേക്ക്. സാരമില്ല. പിന്നെ നമ്മൾ ചേച്ചി ഐലൈനറൊക്കെ സെറ്റാക്കുന്നുണ്ട്. നല്ല കണ്ണാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഐലൈനറൊക്കെ ഇടി നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വെച്ചത്, അപ്പം മഴ ഇന്നൊരു ചെറിയ പണി തന്നുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോയ്ക്കൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകണം. അല്ല, നമുക്ക് സ്കൂട്ടറിന് പോകേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണം. അതുപോലെ തന്നെ കറണ്ട്, അപ്പോൾ നമ്മൾ അടുത്ത ആളുടെ വീട്ടിൽ ഒരുക്കാൻ പോയപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് പാർലറിൽ തന്നെ വന്നിട്ടാണ് ഒരുങ്ങിയതൊക്കെ കേട്ടോ. അപ്പം നമ്മുടെ കുട്ടീനെ ഇപ്പോൾ ഒന്ന് ഒരുമാതിരി സെറ്റാക്കി ഓൾമോസ്റ്റ് എല്ലാം കഴിയാറായി. കാര്യം ഒരുപാട് മേക്കപ്പ് വേണ്ട എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നുകൊണ്ട് ലൈറ്റായിട്ടുള്ള ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി അങ്ങനെ ഫേസിൽ അങ്ങനെ ഒത്തിരി ഇതൊന്നും ചെയ്യേണ്ട വന്നിട്ടില്ല. കണ്ണെല്ലാം സെറ്റാക്കി പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഫൗണ്ടേഷനും കാര്യങ്ങളും, സ്കിൻ ടോണിന് പറ്റിയ ഫൗണ്ടേഷനും കാര്യങ്ങളും എല്ലാം ഇട്ട് അതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത്രയൊക്കെ നമ്മൾ വീഡിയോസും കംപ്ലീറ്റ് എടുക്കാൻ പറ്റത്തില്ല. നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പിന്നെ വേറൊരു സ്റ്റാൻഡേൽ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ കുറച്ചെങ്കിലും എടുത്തത്. ഇത്രയും ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ മേക്കപ്പ്. ഇനി നമുക്ക് പൊട്ട് തൊടണം, ഇനി മുടി സെറ്റ് ചെയ്യണം, അതുപോലെ പൂ സെറ്റ് ചെയ്യണം, സാരി സെറ്റ് ചെയ്യണം. അങ്ങനെ പറയും മുടി കെട്ടാൻ പോവാണ്. മുടി ഇനിയും നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ്. നമ്മൾ ഓൾറെഡി ട്രയൽ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ട്രയൽ ചെയ്ത് വെച്ച ഹെയർ സ്റ്റൈൽ ചേരണമെന്നില്ല. അപ്പോൾ സത്യത്തിൽ ട്രയൽ ചെയ്ത ഹെയർ സ്റ്റൈലല്ല ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ വേറൊരു ഹെയർ സ്റ്റൈൽ എടുത്ത്, പിന്നെ ഇപ്പോഴത്തെ ഒരു വെറൈറ്റി പിന്നലുണ്ടല്ലോ, അല്ലാത്തൊരു ഹെയർ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, മെസ്സി ഹെയർ സ്റ്റൈലൊക്കെ. ഇപ്പോൾ എല്ലാവർക്കും അതൊക്കെയാണ് മതിയാ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അവർ ഉദ്ദേശിച്ചത് പഫ് പോലെ മുകളിലോട്ട് ഇങ്ങനെ എടുത്തിട്ടാണ് അവർ ഓൾറെഡി ട്രയലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് സാരി ബ്ലൗസൊക്കെ ഇട്ട് ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഹെയർ സ്റ്റൈലിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ അല്ലാതുള്ള ഹെയർ സ്റ്റൈലായിരുന്നു. അപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുന്നത് ടൈം ഒരു പ്രശ്നമായിരുന്നു. വേറൊന്നും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ നമുക്ക് സാവകാശം അതന്നെയല്ല നേരം പരപരാ വെളുത്തപ്പോൾ നമ്മുടെ ക്യാമറാമാരെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർക്ക് ഫോട്ടോ എടുക്കേണ്ടതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് എളുപ്പം റെഡിയാക്കി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ സ്പീഡപ്പായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മുടിയാണ് കുറച്ച് താമസം എടുത്തത്. ചുരുണ്ട മുടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചുരുണ്ടല്ല എങ്കിലും അങ്ങനത്തെ ഒരു മുടി ആയതുകൊണ്ട് കുറച്ച് ടൈം എടുത്തതൊന്ന് സെറ്റ് ചെയ്ത് ആക്കി വരാം. ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആണ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോയത്. പക്ഷെ ആ സമയത്തേക്ക് വീണ്ടും അത് അതുപോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സമയം എടുക്കേണ്ടി വന്നു നമ്മുടെ മുടി ഒന്ന് സെറ്റാക്കി വരാൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുടി ഇതുപോലൊരു മെസ്സി ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് അതിൽ പിന്നുന്നല്ല ഞാൻ കാണിച്ചു തരാം. മുടി ലാസ്റ്റ് ഈ ഒരു ഹെയർ സ്റ്റൈലായിരുന്നു മുടിക്ക് വന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനത്തെയാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ കസിൻസൊക്കെ ഫുഡൊക്കെ വാരിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ തമാശയൊക്കെ പറയുന്നുണ്ട്, ആ ഫുഡൊക്കെ വാരി മേടിച്ച് കഴിച്ചോ, എന്തും കൂടെ കഴിക്കാൻ പറയുന്നൊക്കെ മേടിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല നമുക്ക് വൈറലാകാം കസിൻസ് ഫുഡ് കൊടുക്കുന്നത് വെച്ചിട്ടെന്ന്. അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് കൊലുസൊക്കെ ഇട്ട് അപ്പം ഇനി നമുക്ക് സാരി ഉടുക്കണം, ഓർണമെൻറ്റ്സ് ഇടണം, പൂ വെക്കണം, ഫൈനലായിട്ടൊന്ന് ടച്ച് ചെയ്ത് സെറ്റാക്കി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇപ്പം 7 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. 7 ദിവസം അത്രയ്ക്ക് എങ്ങാണ്ടായിട്ടുള്ളൂ. ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. മഴ ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് പ്രശ്നം. കാര്യം നമുക്ക് അങ്ങ് വരെ കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോകണമല്ലോ, പോയിട്ട് പിന്നെ തിരിച്ചും വരണമല്ലോ. അപ്പം നമ്മൾ ഇപ്പം ഇതൊക്കെ എളുപ്പമെന്നെല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് പൂവിൻ്റെ പരിപാടിയിലോട്ട് പോകുമ്പോൾ പൂവെല്ലാം വെച്ച് ഓർണമെൻറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കംപ്ലീറ്റ് വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടില്ല എങ്കിലും ഞാൻ പറ്റാവുന്ന രീതിയിലുള്ള വീഡിയോസെല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പൂ ഇങ്ങനെ എല്ലാവരും പഴയ പോലെ ഇടുവല്ല, ഇങ്ങനെ വട്ടത്തി ഇങ്ങനെ വെക്കുന്നതേ ഉള്ളൂ. അപ്പം പൂ ഇങ്ങനെ വട്ടത്തി തല നിറയെ സ്ലൈഡാണ് ഗീസ്. ഇതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, എൻ്റെ ഭീമി എന്തായിരുന്നു വന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് അഴിച്ച് മാറ്റി കളയുന്നതിൻ്റെ പാടാണ്. തലേന്ന് ഈ സ്ലൈഡും അതുപോലെ തന്നെ തിരുപ്പനും, അന്നൊക്കെ തിരുപ്പനാണ്, ഇപ്പം തിരുപ്പനല്ലല്ലോ, സെറ്റ് ചെയ്ത മുടിയില്ലേ, അങ്ങനത്തെ മുടിയില്ലേ, അതും ഒക്കെ അഴിച്ച് പെറുക്കി കളയുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ നമ്മുടെ ഊപ്പാട് വരുമല്ലേ. എനിക്കിതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു. എങ്കിലും ഇതെല്ലാം വെച്ചാലല്ലേ ഇത് ഊരിപ്പോകാതിരിക്കത്തുള്ളൂ. ഒരുപാട് സ്ലൈഡുണ്ട് എൻ്റെ ദൈവം, തല നിറയെ സ്ലൈഡ്, ഡ്രസ്സ് നിറയെ സെറ്റിപ്പനും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അങ്ങനെ എല്ലാം പൂവെല്ലാം വിൽക്കുകയാണ്. പൂവെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രസമുള്ളൂ. പൂവും പഴയ പോലൊന്നും അല്ല, നമ്മൾ അത്ര ഒരു ഭാഗത്ത് മാത്രം പൂവൊക്കെ ഇപ്പോൾ വെക്കുന്നു. പഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ തല നിറയെ പൂവ് വെച്ചിട്ട് നമുക്ക് സത്യത്തിൽ നിൽക്കാൻ പോലും പറ്റാത്തൊരു ഇതിലാണ്. തലയ്ക്കൊക്കെ ഭാരമാണ് തല നിറയെ പൂവ് വെച്ചിട്ട്. ഇപ്പോൾ ഒന്നും അത്രയൊന്നും പൂവൊന്നും വെക്കുന്നൊന്നുമില്ല അല്ലേ. എൻ്റെയൊക്കെ കല്യാണത്തിന് തല നിറയെ പൂവായിരുന്നെന്ന് തോന്നുന്നു. ഇങ്ങനെ താഴോട്ട് തൂക്കിയിടുമല്ലേ, അപ്പോഴത്തേക്ക് നമുക്ക് മുടിയത് ഇങ്ങനെ ഊരി വരുന്ന പോലെ ഫീൽ ചെയ്യും. ഇപ്പം ആ ഒരു അത്രയിടം മാത്രം പൂ വെക്കുന്നതുകൊണ്ട് ഹെവിയല്ല, ഒത്തിരി ഇതും ഇല്ലാത്ത പോലെ കാണാനും നല്ല രസമുണ്ട്. അങ്ങനെ ഇരിക്കും. പൂവിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ ടച്ചിലുണ്ട്. അപ്പം ഇപ്പുറത്തെ ഒരാൾ ഫൈനൽ ടച്ച്, അപ്പുറത്തെ ഒരാൾ പൂവ്, അങ്ങനെ കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പരിചയക്കാരാണ് അവിടെ മൊത്തം. ഇത് നമ്മുടെ ഒരു സ്വന്തം ചേച്ചിയാണ്, നമുക്ക് നമ്മുടെ ആശ ചേച്ചി. പിന്നെതാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫൈനലി എല്ലാം സെറ്റാക്കി, ഓർണമെൻറ്റ്സ് സെറ്റാക്കി, മുടി സെറ്റാക്കി, പൂ സെറ്റാക്കി, എല്ലാം സെറ്റായില്ലേ. പെണ്ണെങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒരു അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. അല്ല സൂപ്പറായിട്ടില്ലേ. മേക്കപ്പൊക്കെ ആണെങ്കിൽ ലൈറ്റായിട്ടുള്ള, ഒരുപാട് ഹെവി ആയിട്ടുള്ള ഒന്നും നമ്മൾ ചെയ്തിട്ട് ലൈറ്റായിട്ട് നല്ല നീറ്റായിട്ടുള്ള മേക്കപ്പായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു ബ്രൈഡൽ മേക്ക് ഓവറിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് നമുക്ക് ഫൈനലി പെണ്ണിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് നമ്മളിനിയും അപ്പോൾ ഇതാണ് നമ്മളെ സ്വന്തം മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇനി നമുക്ക് നേരെ പോയി അടുത്തതിന് പോകാനുള്ള പ്ലാൻ. പെണ്ണിന് അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
അടുത്തതിന് നമ്മളിതാ പറഞ്ഞില്ല, വീട്ടിൽ പോയിട്ട് അവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് പാർലറിൽ വന്ന് പെണ്ണെ സെറ്റ് ചെയ്യാം. രണ്ടുപേരുടെയും ഞാൻ പറയുകയാണ്, രണ്ടുപേരുടെ മുടി ഏകദേശം സെയിം ആണെന്ന്. കാര്യം മുടി സെറ്റ് ചെയ്യാൻ അധികം സമയം എടുക്കും രണ്ടുപേരുടെയും, ഇയാളുടെ മുടി മറ്റേ മുടി. അപ്പം ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കണം, എല്ലാവരുടെ മുടിയുടെയും കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം നമ്മുടെ ഈ കുട്ടിയെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കുട്ടിക്ക് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആയതുകൊണ്ട് മുല്ലപ്പൂവിൻ്റെ കൂടെ തെറ്റിപ്പൂവെന്നും കൂടെ ഉദ്ദേശിച്ചായിരുന്നു. അപ്പോൾ തെറ്റിയുടെ മാല അവർ മേടിച്ചില്ല. അപ്പോൾ തെറ്റിപ്പൂവായിട്ട് പറിച്ച് തന്നതുകൊണ്ട് ഞാൻ അവിടെ പോയിരുന്ന് സൈഡിൽ മാറിയിരുന്നു മാല കെട്ടാതെ വിചാരിച്ച്. പണ്ടെപ്പോഴോ മാല കെട്ടി ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ, ഒത്തിരി നാളായി മാലയൊക്കെ കെട്ടിയിട്ട്. അപ്പോൾ വിചാരിച്ച് മാല കെട്ടായിരുന്നു. പക്ഷെ ഫൈനലി നമ്മൾ ഈ മാല വെച്ചിട്ടില്ല, തെറ്റിയുടെ വെച്ചിട്ടില്ല. കാര്യം മുല്ലപ്പൂ വെച്ചപ്പോൾ തന്നെ ഓൾറെഡി സെറ്റായി. പിന്നെ അതിൻ്റെ അകത്തൊരു മാലയുടെ ആവശ്യം തോന്നിയില്ല. എങ്കിലും വേണമെങ്കിൽ എന്ന് കരുതി നമ്മൾ മാല കിട്ടിയതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മാല കെട്ടാൻ. പണ്ടൊക്കെ മാല കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ പൂ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കെട്ടിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മുടി കെട്ടുന്നു, ഞാൻ അവിടെ ഇരുന്ന് മാല കെട്ടുന്നു, അവരപ്പുറത്തിരുന്ന് മേക്കപ്പ് ചെയ്യുന്നു. അപ്പോൾ കംപ്ലീറ്റ് മേക്കപ്പ് ഒന്നും നമ്മൾ ഇതിൻ്റെ എടുത്തിട്ടില്ല. ജസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ള രീതിയിൽ ഒരുങ്ങുന്നതിന് മുമ്പുള്ളതും ആ ഒരു പോർഷനും പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ളൊരു പോർഷനുമാണ് എടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോഴത്തേക്ക് തന്നെ സമയം ഒരുപാടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഒരിടത്തുനിന്ന് ഫുഡ് മേടിച്ചിട്ട് ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഓരോരോ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരും ഫുഡ് കഴിച്ചില്ലെങ്കിൽ. ഓൾറെഡി നമ്മൾ 3 മണി ആ ഒരു ടൈമൊക്കെ ഇപ്പോൾ എഴുന്നേറ്റ് വന്നതായതുകൊണ്ട് നമുക്ക് തലവേദന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴേ ആയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 9:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ടയേർഡായി തുടങ്ങി. കാര്യം ഞാൻ ഫസ്റ്റ് ടൈമാണല്ലോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്ക് ചേച്ചി ഫുള്ളി കംപ്ലീറ്റ് മേക്കപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ള രീതി മാത്രമേ വീഡിയോസ് എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് കുട്ടിയുടെ ഫൈനൽ ലുക്ക് എല്ലായിരുന്നല്ലോ. ചേച്ചി ഫുഡ് കഴിക്കുന്ന നേരം കൊണ്ട് ഞാൻ എളുപ്പം പോയി ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്നുകൂടെ മുഖമൊക്കെ ഒന്ന് സെറ്റാക്കി മുടിയൊക്കെ കെട്ടി കല്യാണത്തിന് പോകാൻ വേണ്ടി കണ്ണാടിയുടെ മുന്നിൽ വന്ന് നമുക്ക് കോപ്രായം കാണിക്കാം. ഓക്കെ ഗീസ്. അപ്പോൾ ആ കുട്ടിക്ക് സെക്കൻഡ് സാരി മാറാനുണ്ടായിരുന്നു. അപ്പോൾ സെറ്റ് സാരി ഇടാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എളുപ്പമാണ് അതിനെ സെറ്റ് സാരിയൊക്കെ ഉടുപ്പിച്ചിട്ട് അതിനെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. സദ്യയാണല്ലോ മെയിൻ, അതിനാണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ നല്ല ഇലയൊക്കെ ഇട്ട് സദ്യ കൊണ്ട് വിളമ്പുന്നുണ്ട് ഗീസ്. നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം. നമ്മുടെ അവിയലും പരിപ്പും പപ്പടവും പായസവും അച്ചാറും പച്ചടി കിച്ചടി തോരൻ, സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ. അപ്പോൾ വയറ് നിറച്ച് സദ്യ കഴിച്ചു. പിന്നെ നമ്മൾ എന്താ കഴിക്കുന്നത്, എസ്പെഷ്യലി നമ്മുടെ അടപ്രഥമൻ അടിപൊളി. എൻ്റെ പൊന്നോ, ആഫ്റ്റർ എ ലോങ് ടൈം ഒരുപാട് നാൾ കൂടിയാണ് അപ്പോൾ നമ്മളൊരു സദ്യയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, വീഡിയോസൊക്കെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആൻഡ് കീപ് വാച്ചിങ്. താങ്ക് യു.